എന്നുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്തൊരു അനുഭവം വെച്ച് പറയാം. പെൺകുട്ടികൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ പോയി അവിടെ ജോലി ചെയ്യാം. വിഡ്രോ ചെയ്തുകൊണ്ട് വരണം. ഇനി 1-2 പേരും കൂടി ക്യാഷ് തരാനുണ്ട്. അവർ ഇന്നും കൂടി ബില്ല് അടിക്കത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒലിവിയ ഡിസൈൻസ് എൻ്റെ മോനെ ഈ വോയിസിൽ തന്നെ അവരുടെ ഈ പറയുന്ന അവർ ചെയ്തു കൂട്ടിയതെല്ലാം ഈ വോയിസിൽ അവർ സമ്മതിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സംഭവം ആയിട്ട് എനിക്ക് ഈ വോയിസിൽ തോന്നിയിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കാരണം അവർ ഇന്ന ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം അവരവിടെ ചെയ്തു എന്നുള്ള രീതിയിൽ ഇവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് ഞാൻ ഈ പറയുന്ന സിബിയുടെ വോയിസ് തന്നെ ഞാൻ കേൾപ്പിക്കാം. അതിനു മുന്നേ ഈ സിബിക്കെതിരെ ഒരു പെൺകുട്ടി ആരോപണവുമായിട്ട് വന്നിട്ടുണ്ട്. ആ വോയിസ് ഫസ്റ്റ് കേൾക്കാം. കേട്ടതിന് ശേഷം ഞാൻ ഈ സാധനം ഒന്ന് കേൾപ്പിക്കാം. എന്നുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്തൊരു അനുഭവം വെച്ച് പറയാം. പെൺകുട്ടികൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ പോയി അവിടെ ജോലി ചെയ്യാം. മാനം വിറ്റ് കാശുണ്ടാക്കാനാ താല്പര്യമെങ്കിൽ പോയി നിന്ന് ഇഷ്ടംപോലെ ജോലി ചെയ്യാം. എത്ര വെള്ളം പൈസ കിട്ടും, കാശ് മാത്രം മതിയെങ്കിൽ. അതുപോലെ നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം, ഭാവി എല്ലാം അവിടെ തൊലഞ്ഞു. ഒന്നും കിട്ടില്ല, ഒന്നും നേടാനും പറ്റില്ല. പുറമോടിയിൽ കാണിക്കുന്ന ഒന്നും സത്യവുമല്ല. അതിന്റെ ഓണേഴ്സ് രണ്ടുപേരും അത്രമാത്രം ക്രൂക്കഡ് മൈൻഡഡ് ആണ്. അതുപോലെ ജീവിതം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ അവിടെ പോയി. എനിക്കുണ്ടായ അനുഭവം അത്രയ്ക്ക് ദുരനുഭവമായിരുന്നു. ഇപ്പോഴും പല രാത്രിയും നമ്മളൊക്കെ അത് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. എത്ര പേര് മുന്നോട്ട് വരാമെന്ന് അറിയത്തില്ല. ഈ ഞാൻ ഉൾപ്പെടെ അവരെ പേടിച്ചാനാ ജീവിക്കുന്നത്. പേടിന്നല്ല, നാണക്കേട് ഭയന്ന അവർ ചെയ്യുന്ന അങ്ങനെയാണ്. പിന്നെ ഇയാളെ കാണുമ്പോൾ എന്റെ കൺട്രോൾ പോകുന്നു എന്ന് പറയുന്ന ഒരു മുതലാളിയുടെ മുന്നിൽ എത്ര നാൾ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും? അതായത് നമ്മളൊക്കെ അവിടെ നിന്ന് പോരാൻ കാരണം. അടിപൊളി, നല്ല മുതലാളിയായ ഇങ്ങനെ വേണം. ജഗ എന്നുള്ള ഒരു മുതലാളിയാണ്. അപ്പോൾ അടുത്ത് ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന വോയിസ്, അതിനു മുമ്പ് ഈ നല്ല മുതലാളിയെ പറ്റി നല്ല അഭിപ്രായമാണല്ലോ തൊഴിലാളികൾക്ക്. അടിപൊളി മുതലാളിയായിരുന്നു അല്ലേ? എന്തായാലും ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ മുതലാളി ഇക്ര ഉക്രൊക്കെ വരയ്ക്കേണ്ടി വരും. ഇങ്ങനെയാണ് മുതലാളിയുടെ ഇരിപ്പോഷണമെങ്കിൽ. ഇനി ഞാൻ കേൾപ്പിക്കുന്ന വോയിസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വോയിസ് ഫസ്റ്റ് കൊടുത്തു തുടങ്ങാം. രാവിലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് വോയിസ് തന്നോട്ടെ. ഈ വോയിസ് വളരെ കേട്ട് മനസ്സിലാക്കി ഈ വോയിസ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ കേട്ട് മനസ്സിലാക്കി ടെൻഷൻ ഇല്ലാതെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഈ വോയിസ് തരുന്നത്. അപ്പൊ രാവിലെ തന്നെ നിങ്ങൾക്ക് കേട്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കേട്ട് മനസ്സിലാക്കി വയ്ക്കാനായിട്ടൊരു വോയിസ് നമ്മുടെ മുതലാളി അങ്ങ് കൊടുക്കുകയാണ്. നമുക്ക് വോയിസ് കേൾക്കാം. പറഞ്ഞത് ഇനി മുതൽ അച്ഛനോ ഞാനോ അറാസിയോ മറ്റ് ഒന്നും തന്നെ നിങ്ങൾ മേൽ പ്രയോഗിക്കുകയില്ല. ഇനി മുതൽ അച്ചുവോ ഞാനോ നിങ്ങളുടെ മേൽ ഒരു തരത്തിലുള്ള ഹാരാസ്മെന്റും പ്രയോഗിക്കത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് പ്രയോഗിച്ചിരുന്നു എന്നല്ല ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇത്രയും ഭയങ്കര സൂപ്പറായിട്ട് ആൾക്കാർക്കൊക്കെ ഭയങ്കര ഫ്രീഡം, 3 മണിക്കൂർ ജോലി, ഡാൻസ്, പാട്ടെന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ അതേ വ്യക്തിയുടെ അതേ വോയിസ് ആണ് ഇനി മുതൽ ചെയ്യത്തില്ല. അപ്പോൾ ഇതുവരെ ചെയ്തിരുന്നു എന്നല്ലേ പറയുന്നത് അവിടെ, അല്ലേ? ആണ്. ബാക്കി നിങ്ങൾക്ക് സ്വതന്ത്രമായി കെട്ടിപ്പിടിച്ച് ഫ്രണ്ട്ഷിപ്പ് കൂടി എൻജോയ് ചെയ്ത് കാമുകന്മാരെ വിളിക്കാതെയോ എങ്ങനെ വേണമെങ്കിലും റിലാക്സ് ആയിട്ട് ബിസിനസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആരും ഫോൺ പരിശോധിക്കാനോ ഒന്നിനും തന്നെ വരുന്നില്ല. ഫുൾ ഫ്രീഡത്തിലാണ് നിങ്ങളെ വിട്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെ ഒരു ഫ്രീഡവും അവിടെ ഇല്ലായിരുന്നു എന്നല്ലേ ഈ വോയിസ് തെളിയിക്കുന്നത്, അല്ലെ? ഇതാണോ നിങ്ങൾ പറഞ്ഞ ഫ്രീഡം? 24 ഹവറും ഡാൻസും പാട്ടും ഈ സാധനമാണോ? അപ്പോ ഇവിടെ നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞു വയ്ക്കുന്നില്ലേ ചെയ്തത് തെറ്റാണെന്ന്, മീൻസ് ചെയ്തത് ഇങ്ങനത്തെ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ഇനി മുതൽ ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. കേൾക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രാവിലെ 10 മണിക്ക് തന്നെ എത്തിയിരിക്കണം. വൈകിട്ട് 5 മുമ്പ് പോകാൻ പാടില്ല. മാസം 2 ലീവ് മാത്രമേ എടുക്കാൻ പറ്റൂ. 2 ലീവ് കൊടുത്താൽ 1000 ഫൈൻ ഉണ്ട്. 2 ലീവിൽ കൂടുതൽ 1000 ഫൈൻ കൊള്ളാമല്ലേ? ഇതിപ്പം അത്യാവശ്യ ഘട്ടത്തിൽ എന്തെങ്കിലും ലീവ് എടുത്താൽ, സുഖമില്ലാതെ എന്തെങ്കിലും ലീവ് എടുത്തു കഴിഞ്ഞാൽ 15-ാം തീയതി മുതൽ 2 മാസം കഴിഞ്ഞ് എല്ലാവർക്കും 10,000 ബിസിനസ് വന്നില്ലെങ്കിൽ 500 രൂപയാണ് ഫൈൻ അടക്കേണ്ടത്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകുന്നതല്ല. ഇപ്പോൾ ഫുഡ് തരുന്നു. ഇനി ഈ ആഴ്ച തന്നെ ഉടൻ തന്നെ വണ്ടി അറേഞ്ച് ചെയ്യും. നിങ്ങളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടെ കൊണ്ടുവരും. വൈകിട്ട് നിങ്ങൾ സമയത്തിന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി പല ഷോപ്പിൽ ഫ്രണ്ട് കൊണ്ടുവിടും. ഈ കാര്യം അറേഞ്ച് ചെയ്യുന്നതാണ്. സ്വതന്ത്രമായി വർക്ക് ചെയ്ത് ഫ്രീഡമായി വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാ സൗകര്യം തരുന്നത്. ഒരു കൺട്രോളും ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഫോൺ പരിശോധിക്കത്തില്ല. കാമുകനെ വിളിക്കാതിരിക്കാം. ഈ കാമുകനെ വിളിക്കാത്ത അതിലെനിക്ക് യോജിപ്പില്ല. അതിലൊരു റെസ്ട്രിക്ഷൻ വയ്ക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. കാരണം ജോലി സമയത്ത് അതൊക്കെ. പക്ഷേ ഇനി മുതൽ ഒരു തരത്തിലുള്ള ഹരാസ്മെന്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാം. യാതൊരു തടസ്സവുമില്ല. ഹോസ്റ്റലിൽ 9 മണിക്കാറും കയറിയിരിക്കണം. പിന്നെ മറ്റു വിഷയങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ സോഷ്യൽ വേണ്ടി പറയുന്ന എഗ്രിമെന്റുകൾ നിങ്ങൾ എഴുതി തരണം. മാത്രമേ ഉള്ളൂ. ഈ കാര്യം ശ്രദ്ധിച്ചു പോവുക. 15 മുതൽ 10,000 ബിസിനസ് നടന്നില്ലെങ്കിൽ 500 ഫൈൻ അടയ്ക്കണം. അതിന്
10,000 രൂപയ്ക്ക് ബിസിനസ് നടന്നില്ലെങ്കിൽ 500 രൂപ ഫൈൻ അടയ്ക്കണം. അടയ്ക്കാം, പാടം ചെയ്യാം. ആദ്യം ടെൻഷൻ അടിക്കേണ്ട. ആ 10,000 കുറഞ്ഞ ഷോപ്പിൽ പോയി നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. ഓട്ടം തന്നെ ഒരു റൂമിൽ 10,000 പീസോളം കിടപ്പുണ്ട്. 7 റൂമിൽ ഇഷ്ടംപോലെ സാധനം കിടപ്പുണ്ട്. 5:00 പോയിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നുകൊണ്ട് ബാക്കി ബിസിനസ് ചെയ്ത് ഫൈൻ ഒഴിവാക്കാം. ഇനി ഇവിടെ ബിസിനസ് ചെയ്ത് പിന്നെ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ആരെങ്കിലും യൂട്യൂബ് വഴി കിട്ടുന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയി ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. കസ്റ്റമർക്ക് 100 രൂപ കുറച്ച് കൊടുക്കും. നിങ്ങൾക്ക് 5% കമ്മീഷൻ കിട്ടും. ഇനി ഇവിടെ ആർക്കെങ്കിലും ടെൻഷൻ ആണെങ്കിൽ അവർക്ക് ഷോപ്പിൽ പോയി വർക്ക് ചെയ്യാം, എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോകാം. അത് കഴിഞ്ഞ് ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടായ ശേഷം വരാതിരിക്കാൻ പറ്റുകയോ കേരളത്തിൽ പുറത്ത് ജോലി ചെയ്യുകയോ ഒക്കെ അവസരം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആരംഭിക്കുന്ന വെബ്സൈറ്റ് വഴി ആരംഭിക്കുന്ന ഓൺലൈൻ വഴിയും വേൾഡിന്റെ ഏത് ഭാഗത്തു നിന്നും ഇതേ രീതിയിൽ ബിസിനസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ വലിയ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുക. അവിടെ എല്ലാത്തിനും ഫൈൻ മാത്രമേ ഉള്ളൂ. ഹറാസിങ്ങോ ചൂടാവലോ പൊട്ടിത്തെറിക്കലോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഷോപ്പിൽ ഇവിടെ നിന്ന് ടെൻഷനുള്ളവർക്ക് ഷോപ്പിൽ പോയി വർക്ക് ചെയ്യാം. അവിടെ ടെൻഷനോ ടാർഗറ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ ഇവിടെ ടാർഗറ്റ് പറഞ്ഞാൽ ഷോപ്പിൽ പോയി നിങ്ങൾക്ക് വൈകിട്ട് ബിസിനസ് ചെയ്യാം. 8 ഷോപ്പിൽ പോയി 2 ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ ആയി കഴിഞ്ഞാൽ പിന്നെ ഫൈൻ ഉണ്ടാകില്ല. ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് കെയറിങ്ങോട് മുന്നോട്ട് പോകണം. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് നിങ്ങൾക്ക് ഇവിടെ അവസരം കിട്ടത്തില്ല. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫൈൻ ഈടാക്കിയ ഒരു സ്ഥാപനം എന്ന ക്രെഡിറ്റ് ചിലപ്പോൾ ഈ പറയുന്ന ഒലിവിയയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ലോകത്തിൽ തന്നെ ചന്ദ്രനിൽ പോലും ചെയ്യത്തില്ല ഞാൻ. പിന്നെ ഫൈൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഗുരുതരമായി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ മേടിച്ച് വെക്കും. അവർക്ക് ഷോപ്പിൽ പോയി വർക്ക് ചെയ്യാം. ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ അറാസിക്കോ ചൂടാവലോ പൊട്ടിത്തെറിക്കലോ ഒന്നും തന്നെ ഈ സ്ഥാപനത്തിൽ ഉണ്ടാവില്ല. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൈയാഴ്ച പറഞ്ഞ പോലെ ഇവിടെ ട്രെയിനിങ് വരുന്ന കുട്ടി നിങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി നിർത്തിപ്പോയി കഴിഞ്ഞാൽ 5,000 രൂപ ഫൈൻ ഇടും. ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികളെ ഞങ്ങൾ എന്തുവാടേ ട്രെയിനിൽ നിന്ന് വരുന്ന കുട്ടി നിർത്തിപ്പോയാൽ കൊണ്ടുവന്നവന് 5,000 രൂപ ഫൈനാണ്. ഇത് കൊള്ളാമല്ലോടെ, ഇതെന്താ ഇത്? നിങ്ങളെ ഏൽപ്പിക്കും. അവരെ കെയർ ചെയ്ത് ബാക്കിയുള്ളവരും കെയർ ചെയ്യണം. ഈ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കുട്ടികൾ ചോദിക്കുന്ന ആരിൽ നിന്നും എന്തെങ്കിലും അറാസിക്കോ മോശമായ പെരുമാറ്റമോ ചാടോ വില കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും 5,000 രൂപ ഫൈൻ ഇടും. അതിലൊരു വ്യത്യാസമില്ല. കാരണം നിങ്ങളെപ്പോലും ജീവിക്കാൻ പറ്റുന്നവരാണ് അവർ നല്ല ട്രെയിൻ ചെയ്യുക. എന്നിട്ട് അച്ഛന് വ്യക്തമായ റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക. ഇനി അച്ഛനെ തോന്നുകയാണ്, നിങ്ങൾ റിപ്പോർട്ട് തോന്നുകയാണെങ്കിൽ അച്ഛൻ തന്നെ പറയും ഒഴിവാക്കാൻ പറയും. അപ്പോൾ അവരെ ഒഴിവാക്കാം. അല്ലാതെ ഇവിടുത്തെ പോസിറ്റീവ് മാത്രം പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പഠിക്കുന്ന ശമ്പളത്തെക്കുറിച്ച് പറയണം, ഇവിടുത്തെ ഭാവിയെക്കുറിച്ച് പറയണം. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർ നിർത്തണം. ഓക്കെ, ഇവിടുത്തെ പോസിറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലേ? പോസിറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ, നെഗറ്റീവ് പറയാൻ പാടില്ല. ഓക്കെ, ആയിക്കോട്ടെ. ഉത്തരവാദിത്തം തരുന്ന സൂപ്പർവൈസർക്കാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായും 5,000 രൂപ ഫൈൻ ഇടും. അപ്പം ന്യായം പറഞ്ഞ കാര്യമില്ല, എനിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല, എനിക്ക് അത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അവർക്കും 5,000 രൂപ ഫൈൻ ഇടും. ഈ കാര്യം മാത്രമേ ഇമ്പോർട്ട് കൊടുക്കുന്നത്. ഇവിടെ വന്ന ഒരാൾ പോലും തിരിച്ചു പോകാൻ പാടില്ല. അത് അച്ഛൻ പറയും വേണ്ട, ഈ കുട്ടി ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒഴിവാക്കാനല്ലാതെ വേറെ ഒഴിവായി കഴിഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റായിട്ട് കാണിക്കും. അതിനും ഫൈൻ ഈടാക്കും. ഈ കാര്യം ശ്രദ്ധിച്ചു പോകും. അല്ലാതെ മറ്റ് വിഷയങ്ങൾ തന്നെ ഉണ്ടാകില്ല. ആർക്കെങ്കിലും റിസൈൻ ചെയ്യണമെങ്കിൽ മൊബൈൽ തന്നിട്ട് പോകണം. മൊബൈൽ തരുമ്പോൾ അതിന്റെ ഡേറ്റയോ മറ്റു വല്ലതും എറേസ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ പേര് നേതായി മുന്നോട്ട് പോകും. എല്ലാ വിഷയങ്ങളും തന്നെയില്ല. 30-40 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മുഴുവൻ എമൗണ്ടും നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇവിടെ എത്ര നിൽക്കുന്നത് യാതൊരു ബന്ധവുമില്ല. റിസൈൻ ചെയ്ത് പോകുമ്പോൾ മുൻകൂട്ടി അറിയിക്കണം. അങ്ങനെ റിസൈൻ ചെയ്ത് പോകുന്നവർ മൊബൈലിലെ ഡേറ്റ എന്തെങ്കിലും നിങ്ങൾ എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം ഇവിടെ നിങ്ങളെ ഹറാസിങ്ങോ ചൂടാവലോ പൊട്ടിത്തെറിക്കൊന്നും തന്നെയില്ല. തെറ്റിയുടെ ഫൈൻ ഇടും. എന്തുവാ ഹെൽമെറ്റിലായി പോയി കഴിഞ്ഞാൽ ഫൈൻ ഇടും. പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ഫൈൻ ഇടും എന്ന് പറയുന്നല്ലോ. റോഡിൽ നിയമങ്ങൾ പാലിക്കണം. പാലിച്ച് മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ക്യാമറകൾ എല്ലാ സ്ഥലത്തോടും നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ പോകുന്നത് എന്ന് പറയുന്നത് ഒരു നിയമങ്ങളുണ്ട്. അത് പാലിക്കാത്തൊരു ഫൈൻ. എടേ എന്റെ പൊന്നെണ്ണ, റോഡിലെ നിയമം വെച്ച് ഇതൊന്നും കമ്പയർ ചെയ്യല്ലേ എന്റെ പൊന്നെണ്ണ. റോഡിലെ നിയമം അതുപോലെയാണ് ഇവിടെ. ഇവിടെ എന്നിട്ട് ക്യാമറ പോലും ഇല്ലല്ലോ ഇത്ര വലിയൊരു സ്ഥാപനത്തിൽ. എന്തുകൊണ്ട് ക്യാമറ വച്ചില്ല? പുറത്ത് വീഡിയോ ഓൺ ചെയ്യുമ്പോൾ എന്തോ ഹാപ്പിനെസ്. ഒരുമിച്ച് നിന്ന് ഫുഡ് കഴിക്കുന്നു, വാരി കഴിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പന്ന ഹാപ്പിനെസ്സാണ്. പക്ഷേ അത് കഴിയുമ്പോൾ ക്യാമറ ഓഫ് ആകുമ്പം ഈ പറയുന്ന പോലെ ഒന്നുമില്ല. തൊട്ടതിനും പിടിച്ചതിനും ഫൈന്, തിരിഞ്ഞാ ഫൈന്, കരഞ്ഞാ ഫൈന്, ഇരുന്നാ ഫൈൻ. ഇതാണല്ലേ 3 മണിക്കൂർ ജോലി ബാക്കി ഫുൾ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞത്. ബാക്കി ഫൈൻ ഇടും. അതിന് പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഫൈൻ മേടിക്കാൻ ഞങ്ങൾ ശ്രമിക്കും, കൊടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ഇവിടെ ഒരു കുട്ടി പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നിർത്തിപ്പോകാൻ പാടില്ല. 2 വരുന്ന കുട്ടികളോട് എല്ലാവരും തന്നെ ഒരു കെയറിങ് കൊടുക്കണം. കാരണം നിങ്ങളെപ്പോലെ അവർ ജീവിക്കാൻ വന്നതാണ്. അതിൽ ആരും നെയ്ത്തി ഉണ്ടായി കഴിഞ്ഞാൽ 5,000 രൂപ ഫൈൻ. അത് ഗുരുതരമായ തെറ്റാണ്. വെളിയിലേക്ക് കയറി വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്കല്ല. നിങ്ങളുടെ വീട്ടിലാരും കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ തരി സ്വഭാവം കാണിക്കുക. ഇവിടെ കാണിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ആർക്കും ടെൻഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഷോപ്പിൽ പോയി വർക്ക് ചെയ്യുക. ഷോപ്പിൽ ടെൻഷൻ കാര്യമൊന്നും തന്നെയില്ല. ഈ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വണ്ടി വരും. വണ്ടി നിങ്ങളെ ഓസ്ട്രേലിയയിൽ രാവിലെ ഇവിടെ പിക്കപ്പ് ചെയ്യും. വൈകിട്ട് തിരിച്ച് സ്റ്റാൻഡിൽ കൊണ്ടുവിടും. 2 വീലർ ഇല്ലാത്തവർ എല്ലാവരും തന്നെ വണ്ടി ഉപയോഗിച്ച് മാത്രമേ പോകാൻ പറ്റൂ. 2 വീലർ ഇല്ലാത്ത എല്ലാവരും തന്നെ. അപ്പോൾ ഞാൻ അവിടെ വെച്ചോളാം, അങ്ങനെ വെച്ചോളാം, ഇങ്ങനെ വെച്ചോളാം പറയാൻ പറ്റത്തില്ല. അതിന് ഫീസുണ്ട്. മാസം 1,000 റുപ്പീസാണ്. അത് ഫീസാണ് വാങ്ങിക്കുന്ന. ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കണം, പെട്രോൾ അടിക്കണം, മൈനസ് നടത്തണം. അപ്പോൾ 1,000 രൂപ നമുക്ക് മേടിച്ച് മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ 3,000 രൂപ കുഞ്ഞിന് സ്കൂളിൽ പോകുന്നതിന്. അപ്പോൾ നിങ്ങൾ വെറും 1,000 രൂപ 10-40,000 കിട്ടിയിട്ടാണ് 1,000 രൂപ നിങ്ങൾ മേടിക്കുന്നത്. പിന്നെ 500 ഫൈൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പ് കുറവാണെങ്കിൽ അച്ഛനെ സമീപിച്ചാൽ അച്ഛൻ വീഡിയോ ഇട്ട് തരും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ അച്ഛനെ സമീപിക്കുന്നവർ അച്ഛനെ അതുപോലെ ഉടമസ്ഥ രീതിയിൽ
റെസ്പെക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ അയച്ചു തരത്തുള്ളൂ. അങ്ങനെ എനിക്ക് പരാതി പറഞ്ഞ കാര്യമില്ല. ഈ രീതി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കുടുംബം ഇഷ്ടപ്പെടും. എത്ര നാൾ വേണമെങ്കിൽ ജോലി ചെയ്യാം. ഇവിടെ നിർത്തി ഇവിടെ വീട്ടിൽ പോയാലും ഗൾഫിൽ പോയാലും അമേരിക്ക പോയാലും കയ്യിലാണ് ക്രമീകരിക്കുന്നത്. ഈ അവസരം നഷ്ടപ്പെടുത്താതെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സാലറി കേട്ടോ, നല്ലൊരു അവസരം എന്നാണ് നമ്മുടെ മുതലാളി സാറ് പറഞ്ഞു വയ്ക്കുന്നത്. നല്ല അവസരം കേട്ടോ. തൊട്ടതിനും പിടിച്ചതിന് ഫൈന്. ഈ ഫൈന് കൊടുത്ത് ശമ്പളം ഇല്ലാതെയാണ്. ഇതാണ് സത്യം. ഇത്രയൊക്കെ ഇവർ പറയുന്ന പോലെ അനങ്ങാതെ തിരിയാതിരിക്കാനൊക്കെ പറ്റുമോ ഒരു സ്ഥാപനത്തിൽ? ആർമിയിൽ പോലും ഇത്രയും സ്ട്രിക്റ്റ് ഇല്ലടേ. സത്യം. ഇതെന്താ ഇത്രയും ഫൈൻ? ഇതിന് മാത്രം എന്താ എവിടെന്നാ ഫൈൻ ഇരിക്കുന്നത്? 5000, 500, 1000 ഫൈന്, 10000. എന്താ ഫൈന്? ഇനി ഫുഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വോയിസ് ഞാൻ ഒന്ന് കൊടുക്കാം. സാലറിയുടെ ചെക്ക് ഇവിടുന്ന് തന്നെ അന്ന് തന്നെ എല്ലാവരോടും പറഞ്ഞതാണ് ഫുഡിന്റെ ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് വരണം. ഇനി 1-2 പേരും കൂടി ക്യാഷ് തരാനുണ്ട്. അവർ ഇന്നും കൂടി ബില്ല് അടിക്കത്തുള്ളൂ. നാളെ ക്യാഷ് തരാതെ ആരും ബില്ല് അടിക്കത്തില്ല കേട്ടോ. ഓക്കെ, ബില്ലടിക്കണ്ട, കേട്ടു. അപ്പോൾ ഈ ഫുഡിന്റെ കേസിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി ഇവർ ചെക്ക് മാറി സാലറി കിട്ടിയതിന് ശേഷം അതിൽ നിന്നും എടുത്തു കൊടുക്കണം. മനസ്സിലായോ? ഫുഡിന്റെ പൈസ. ആ ഒരു സെറ്റപ്പാണ്. ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞത്. പിന്നെ പറഞ്ഞ ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞാണ് ചെക്ക് മാറിയതിനു ശേഷം അതിൽ നിന്ന് ക്യാഷ് എടുത്ത് ഫുഡിന് കൊടുക്കണമെന്ന്. ചെക്ക് ഞാൻ കണ്ടില്ല, 2 ദിവസം മുമ്പൊക്കെ കാണിച്ച ചെക്കുകളിൽ 6000, 9000 ഇതിൽ നിന്നൊക്കെ വീണ്ടും എടുത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇനിയും കുറേ വോയിസുകൾ വരാനുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു. കുറേ വരുന്നുണ്ട് കേട്ടോ, കുറേ വരുന്നുണ്ട്. എൻ്റെ മുതലാളി സാറേ, നിങ്ങളെക്കുറിച്ച് കേട്ട് നിങ്ങളുടെ വോയിസ് കേട്ട് എനിക്കിപ്പോൾ സ്വപ്നത്തിൽ ഉറക്കത്തിൽ ഇരിപ്പിലും എല്ലാം നിങ്ങളുടെ ഒരു വോയിസാണ് എൻ്റെ മൈൻഡിൻ്റെ അകത്ത് ഓടുന്നത്. അമ്മാതിരി വോയിസുകളാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. ഇതിൽ കുറേ ഒന്നും വയ്ക്കാൻ വയ്യടെ. വച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകളല്ല. ഞാൻ 24/7 ഇതിൻ്റെ മുമ്പിൽ ഇരുന്ന് നിങ്ങളുടെ വോയിസ് കേൾപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. അത്ര വോയിസാണ് നിങ്ങളുടെ വോയിസ് എനിക്ക് കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മുതലാളി സാർ കൊള്ളാം. ആദ്യം ഞാൻ ലേഡിയുടെ ഒരു വോയിസ് കേൾപ്പിച്ചിട്ടില്ലേ, മോശം അനുഭവം. ഇത് 3ാമത്തെ സ്ത്രീയാണ് മുന്നോട്ട് വരുന്നത്, തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്നിട്ട് വേറെ കുറച്ച് പിള്ളേരടുത്ത് സംസാരിച്ചായിരുന്നു. ഇതുപോലെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അവർ ഓപ്പണായിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ചിലവരെ ഫോക്കസ് ചെയ്തിട്ട് ചിലവർക്കാണ് ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് അവർ ഉണ്ടായിട്ടുള്ളവർ മുന്നോട്ട് വരുന്നുണ്ട്. അല്ലാണ്ട് എല്ലാവർക്കും ഇതേപോലത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കുറേ പേരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, കുറേ പേര് അവരെ കൂടെ നിൽക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും അവരുടെ സൈഡിൽ നിൽക്കാനും ആളുണ്ട്, അവർക്കെതിരെ നിൽക്കാനും ആളുണ്ട്. എന്തായാലും കൂടുതൽ തെളിവുകൾ മുന്നോട്ട് തന്നെ, അത് ഉറപ്പാണ്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. CCTV ഉൾപ്പെടെ ഇല്ലാതെ ഇരുന്നതല്ലേ. അപ്പോൾ CCTV വയ്ക്കാത്തതിൻ്റെ കാര്യം ഇപ്പം മനസ്സിലായല്ലോ. തിരിയാൻ പറ്റത്തില്ല ആ സ്ഥാപനത്തിൽ. ആഡിൽ കൊടുക്കുന്നത് ഈ പറയുന്നത് പോലെ ഫുൾ ഫ്രീഡം, ഫുൾ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. പക്ഷെ ആ സ്ഥാപനത്തിൽ ഒരു CCTV വെച്ചിരുന്നെങ്കിൽ അവിടെ അവർക്ക് തിരിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുമായിരുന്നു. മനസ്സിലായ? അത് CCTVയിൽ പതി. അതുകൊണ്ടാണ് CCTV ഇല്ലാത്തതെന്ന് ഇപ്പോൾ എനിക്ക് വളരെ വ്യക്തമായി. പിന്നെ അവിടെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അതും പുറത്ത് വരും, CCTV ഉണ്ടെങ്കിൽ. അതുകൊണ്ട് അതൊന്നും വേണ്ട. അപ്പോൾ CCTV ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇതൊന്നും പുറത്ത് വരാത്തത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഒരു ഷോപ്പിനെ ഒരിക്കലും താഴ്ത്തി കെട്ടാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ തെറ്റ് കണ്ടാൽ ചൂണ്ടി കാണിക്കുക തന്നെ ചെയ്യും, തെളിവ് സഹിതം. ഇത് വോയിസ് അടക്കമാണ് വരുന്നത്. ഓരോ പെൺകുട്ടികൾ സംസാരിക്കുന്നത് അവർക്ക് പേടിയാ. അവർ സംസാരിക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഭയങ്കര വിഷമമുണ്ട്, പേടിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയും പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വ്യക്തി മോശമായിട്ട് അയച്ച വോയിസുകൾ ആരെ കയ്യിലും ഇല്ലാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ തപ്പുക. പിന്നെ ഈ വ്യക്തി അയച്ചു കഴിഞ്ഞിട്ട് ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുക്കുമെന്നാണ് ഈ പറയുന്ന ആരോപണം പറയുന്ന കുട്ടികൾ പറയുന്നത്. മനസ്സിലായ? അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കിട്ടുവാണെങ്കിൽ എൻ്റെ മോനെ സബാഷ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ്.